സന്നിധി മതി യേശുവേ, നിൻ പ്രസാദം മതി ദൈവം ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് നമുക്കുള്ള ഒരു മടങ്ങിവരവാണ് യഥാസ്ഥാപനം. റെസ്റ്റോറേഷൻ, റെസ്റ്റോർ ചെയ്യുകയാണ് അല്ലേ. സിസ്റ്റം നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കുമ്പോഴത്തെ പിള്ളേർക്കൊക്കെ സിസ്റ്റം റെസ്റ്റോർ ചെയ്യുകയാണ്. വൈറസ് എല്ലാം കൂടെ കയറി ആകെപ്പാടെ നാശമായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒറിജിനൽ സ്റ്റേജിലേക്കുള്ള ഒരു റെസ്റ്റോറേഷനാണ്. എവിടെ ആയിരുന്നു അതിലേക്കുള്ള, അത് ടൈം ബൗണ്ട്, ഇന്ന ടൈമിലേക്ക് നമുക്ക് റെസ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരു മൗസിന്റെ ക്ലിക്കിനകത്ത് നടക്കുന്ന റെസ്റ്റോറേഷൻ അല്ല സഭയുടെ റെസ്റ്റോറേഷൻ. സഭയുടെ റെസ്റ്റോറേഷൻ നടക്കുമ്പോഴത്തേക്ക് ഒത്തിരി വേദനപ്പെടുത്തുന്നതായ നഷ്ടങ്ങളുടെ ഒരു വലിയ കൂമ്പാരം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു സുഖമായി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ് അല്ല ഇത്. ഇത് വേദനിപ്പിക്കുന്ന സ്റ്റേജിലൂടെ കടന്നു പോകാൻ മനസ്സുള്ള, രൂപാന്തരം ആഗ്രഹിക്കുന്നവരായ ഒരു യഥാസ്ഥാപനത്തിന്റെ നിലയിൽ അതിന് യോജിക്കാത്തതായിട്ടുള്ള സകലത്തെയും ചിസിൽ ചെയ്ത് കളഞ്ഞ് ദൈവികമായി കാര്യങ്ങളെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പഠനമാണ് വാസ്തവത്തിൽ നെഹമ്യാ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് മനസ്സിലാകുന്നത്. അവിടെ പറയുന്നു യഥാസ്ഥാപനം ആയിരിക്കുന്നതിന്റെ കാരണം. അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാപനപ്പെടുത്തണമേ. യഥാസ്ഥാനപ്പെടുക എന്ന് പറയുന്നതിനേക്കാൾ യഥാസ്ഥാപനപ്പെടുത്തുക എന്ന് പറയുന്നതാണ്. കാര്യം മലയാള ഭാഷയിൽ നമുക്കറിയാമല്ലോ, രക്ഷപ്പെടുക എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് രണ്ടാണ്. രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ എന്താണ്? വേറൊരാൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. കർത്താവ് വേറൊരാളാണ് എന്നതുപോലെ ഇവിടെ യഥാസ്ഥാപനത്തിന്റെ കാര്യത്തിലും യഥാസ്ഥാനപ്പെടുകയല്ല നമ്മൾ, ശരിക്കും എന്താണ്? യഥാസ്ഥാപനപ്പെടുത്തുകയാണ്. അതിനകത്ത് ദൈവത്തിന്റെ ഒരു കൃത്യമായ പദ്ധതിയുണ്ട്, ഒരു ഗോഡ്ലി ആക്ട് ഉണ്ട്. പക്ഷെ അത് എന്തുകൊണ്ട് ആവശ്യമായി വരുന്നു എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. എന്തുകൊണ്ട്? ഞങ്ങളോടുള്ള നിന്റെ നീരസം മതിയാക്കണമേ. അതിന്റെ അർത്ഥം, ഇപ്പോൾ ഞങ്ങൾ നിന്റെ നീരസത്തിന്റെ ലോകത്തിലാണ്, ഇൻഡിഗ്നേഷൻ. അതായത് നിന്റെ പ്രസാദത്തിന്റെ ലോകത്തിലല്ല ഞങ്ങൾ. പ്രിയമുള്ളവരെ, എപ്പോഴാണ് നമുക്കൊരു യഥാസ്ഥാപനം ആവശ്യമായിരിക്കുന്നത്? എപ്പോൾ നാം ദൈവത്തിന്റെ പ്രസാദത്തിന്റെ ലോകത്ത് നിന്ന് ദൈവത്തിന്റെ നീരസത്തിന്റെ ലോകത്തിലേക്ക് മാറ്റപ്പെടുന്നുവോ അപ്പോഴെല്ലാം നമുക്ക് എന്താവശ്യമായി വരുന്നു? യഥാസ്ഥാപനം ആവശ്യമായി വരുന്നു. ദൈവം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നതിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ, അവനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. Somehow we want to see that we are bringing a smile upon the face of God. നമ്മളെ ഭൂമിയിലേക്ക് ആക്കിയിരിക്കുന്ന ദൈവത്തിന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കുക എന്ന ഏക ലക്ഷ്യത്തിന് വേണ്ടി ആയിരിക്കണം ഏത് വിശ്വാസിയും ഏത് സഭയും ജീവിക്കുന്നത്. എന്നെ നോക്കിയിട്ട് ദൈവം ഒന്ന് പുഞ്ചിരിക്കണം. എന്നെ നോക്കുമ്പോൾ ദൈവത്തിന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിയണം. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ദൈവത്തിന്റെ പ്രസാദത്തിന്റെ ലോകത്തിലാണെന്ന്. എന്നെ നോക്കിയിട്ട് ദൈവത്തിന് പ്രയാസമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ യഥാസ്ഥാപനം ആവശ്യമുള്ള ഒരു വ്യക്തിയാണ്. ഹാനോക്കിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നതാണ്. ഹാനോക്ക് 365 സംവത്സരം അവൻ ദൈവത്തോട് കൂടെ നടന്നെന്നാണ് പറയുന്നത്, ഇല്ലേ? അവൻ ദൈവത്തോട്, അവന്റെ ജീവിതത്തിൽ അവന് മക്കളുണ്ടായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. പക്ഷെ ഹി വാസ് വാക്കിംഗ് വിത്ത് ഗാഡ്. ആൻഡ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അടുത്ത കാര്യം, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. എടുക്കപ്പെട്ട് കഴിഞ്ഞിട്ടല്ല, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ ആരെക്കുറിച്ചും കുറ്റമൊന്നും പറയാറില്ല. പറയുന്നത് അത്ര ശരിയല്ലല്ലോ. മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ എത്രയാണെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കും പോയി പറയുന്നത്. ലോകത്തിലേക്കും പിശുക്കനായ, സഭയിലും ഒരു കാര്യത്തിനും 5 പൈസയും കൊടുക്കാതിരുന്ന ഒരു വ്യക്തി മരിച്ചു കിടന്നപ്പോഴത്തേക്ക് സഭക്കാരും അച്ഛനും എല്ലാം വന്ന് ഇയാളുടെ ദാനശീലത്തെക്കുറിച്ചൊക്കെ ഒത്തിരി അങ്ങ് വിവരിച്ചു കഴിഞ്ഞപ്പം ഭാര്യ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ ചെന്ന് ഒന്നുകൂടെ ഡാഡിയുടെ അടുത്ത് നോക്കിയാൽ നമ്മുടെ ഡാഡി തന്നെയാണോ മരിച്ചു കിടക്കുന്നതെന്ന്. കാര്യം ഇതൊക്കെ പറയുന്ന കേട്ടിട്ട് നമ്മുടെ ഡാഡി ചെയ്ത കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്. കാര്യം മരിച്ചു കഴിഞ്ഞപ്പോൾ എന്തിനാ വെറുതെ വഴക്കൊണ്ടാക്കുന്ന വെച്ച് പറഞ്ഞതാ. പക്ഷേ ഹാനോക്കിന്റെ കാര്യത്തിൽ അങ്ങനെ അല്ലായിരുന്നു. ഹാനോക്കിന്റെ കാര്യത്തിൽ എന്തായിരുന്നു? ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, അല്ലേ, അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. അത് മറ്റുള്ളവർ പറയാണ്. എന്താ പറയുന്നത്? ഹാനോക്കിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു ലക്ഷ്യമുള്ളൂ. അതാണ് എപ്പോഴും മറ്റുള്ളവർ പറയുന്നത്. നീ അവന്റെ അടുത്ത് പോയി ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല മോനെ, നടക്കത്തില്ല. കാര്യം അവന്റെ ജീവിതത്തിൽ ആകെ ഒരു ലക്ഷ്യമേ ഉള്ളൂ. ദൈവത്തെ പ്രസാദിപ്പിക്കണം. എന്തോ പറഞ്ഞാലും അവൻ ആകെപ്പാടെ അതേ ഉള്ളൂ, ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നല്ലാതെ വേറെ ഒരു ലക്ഷ്യവും അവനില്ല. ഓക്കെ, ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുള്ള ലക്ഷ്യത്തോടെ മാത്രം ജീവിച്ച ഹാനോക്കിന്റെ ജീവിതത്തിൽ
ബാക്കിയുള്ള ആളുകളെ പ്രസാദിപ്പിക്കാൻ അവന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് യൂദായുടെ ലേഖനം വായിക്കുമ്പോൾ അതിന്റെ 14-ാം വാക്യം നമ്മൾ വായിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവം 1000 വിശുദ്ധന്മാരോടുകൂടെ പാപികളെ ന്യായം വിധിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ അവൻ പറയുന്നത് തന്റെ നേരെ അവർ പറഞ്ഞ നിഷ്ഠൂരമായ വാക്കുകൾ നിമിത്തവും. ദാറ്റ് മീൻസ് ഇത്രയും നല്ല മനുഷ്യനായിട്ട് ജീവിച്ച ഹാനോക്കിനോട് അവന്റെ തലമുറയിൽപ്പെട്ടിരുന്ന നല്ലൊരു ശതമാനം ആളുകൾക്കും പ്രസാദമില്ലായിരുന്നെന്നാണ്. ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തി പലപ്പോഴും മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ കഴിയാത്തവനായിരിക്കും. മനുഷ്യനെയും ദൈവത്തെ ഒരുമിച്ച് പ്രസാദിപ്പിക്കാൻ അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നും അല്ല. എപ്പോഴും എൻ്റെ ജീവിതത്തിലെ എൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം? ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം, അല്ലേ? ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരാൾക്ക് അവനെ തന്നെ പ്രസാദിപ്പിക്കാനും കഴിയത്തില്ല. മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ലെന്ന് പറയുന്നത് പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മിക്കപ്പോഴും എനിക്ക് എന്നെ തന്നെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. എന്നെ തന്നെ പ്രസാദിപ്പിക്കുകയാണെങ്കിലും ഞാൻ ദൈവത്തിന്റെ നീരസത്തിന്റെ ലോകത്തിലേക്ക് പോകേണ്ടി വരും. ഒന്നുകിൽ ദൈവത്തിന്റെ പ്രസാദത്തിന്റെ ലോകത്ത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ നീരസത്തിന്റെ ലോകത്ത്. ദൈവത്തിന്റെ നീരസത്തിന്റെ ലോകത്തിലാണ് ഞാനെങ്കിൽ എന്റെ യഥാസ്ഥാപനം എവിടെയാണ് നടക്കേണ്ടത്? ഈ നീരസത്തിന്റെ ലോകത്ത് നിന്ന് ഞാൻ എങ്ങോട്ട് പോകണം? ദൈവത്തിന്റെ പ്രസാദത്തിന്റെ ലോകത്തിലേക്ക് എന്നെ തന്നെ പറിച്ചു നടാനായിട്ട് ദൈവത്തെ ഞാൻ അനുവദിക്കണം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്ന കാര്യമാണ്, നിന്റെ നീരസം, ഞങ്ങളോടുള്ള നിന്റെ നീരസം മതിയാക്കണമേ. പ്രവാസത്തിന്റെ പശ്ചാത്തലത്തിലാണ് വാസ്തവത്തില് ഈ പുസ്തകം എഴുതപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ സങ്കീർത്തനം എഴുതപ്പെടുന്നത് പ്രവാസത്തിന്റെ പശ്ചാത്തലത്താണ്. പ്രവാസത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് ഇവിടെ പറയണമെന്നുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് പറയട്ടെ. ഈ പ്രവാസത്തിന്റെ കാലഘട്ടത്തിൽ അവിടെ നിന്നുള്ളൊരു മടങ്ങി വരവിന് നടുനായകത്വം വഹിക്കാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് നെഹെമ്യാ എന്ന് പറയുന്നത്. ഇസ്രായേലിന്റെ യഥാസ്ഥാപനത്തിന്റെ ഒരു നടുനായകത്വം വഹിച്ച വ്യക്തി എന്ന നിലയിലാണ് നെഹെമ്യാവിനെ നമ്മൾ കാണുന്നത്. നെഹെമ്യാവിനെ കുറിച്ച് പഠിച്ചു വരുമ്പോൾ മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ ഞാൻ ഒരു തുടക്കം എന്ന നിലയിൽ പറയാണ്. ഒന്നാമത്, നെഹെമ്യാവ് ഒരു യഥാസ്ഥാപനം അത്യാവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ വ്യക്തിയാണ്. ഞാനിത് പറയാൻ കാര്യം, അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാകാത്തിടത്തോളം കാലം പലപ്പോഴും ആളുകളുടെ ഒരു വലിയ പ്രശ്നം, ഓക്കെ നമുക്കെന്തോ കുഴപ്പം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് യഥാസ്ഥാപനം അസാധ്യമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിന്റെ നീരസത്തിന്റെ ലോകത്തിലാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് എനിക്ക് ദൈവത്തെ വേണ്ട രീതിയിൽ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല. ദൈവത്തിന്റെ പ്രസാദമുള്ള നിലയിലല്ല എന്റെ സഭ ഇപ്പോൾ പോകുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് തോന്നത്തുള്ളൂ? യഥാസ്ഥാപനം ആവശ്യമാണെന്ന് തോന്നത്തുള്ളൂ. അപ്പോൾ യഥാസ്ഥാപനം അത്യാവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു നെഹെമ്യാവ്. 2, ഒരു യഥാസ്ഥാപനം സാധ്യമാണെന്ന് വിശ്വസിച്ച വ്യക്തിയായിരുന്നു നെഹെമ്യാവ്. ചിലപ്പോൾ ആളുകൾ പറഞ്ഞ് ഒരു പക്ഷെ ശരിയായിരിക്കും, നമ്മളിപ്പോൾ ശരിയൊന്നും അല്ലായിരിക്കും, ഇതിങ്ങനെ പോകത്തുള്ളൂ, ഇതിന് വല്ലതും ഒരു വ്യത്യാസം ഉണ്ടാകുമോ? ഇതിന് വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്കും യഥാസ്ഥാപനം അല്ലെങ്കിൽ അതിന്റെ നടുനായകത്വം വഹിക്കുക എന്ന് പറയുന്നത് കഴിയത്തില്ല. 3, ഒരു യഥാസ്ഥാപനത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച വ്യക്തിയായിരുന്നു നെഹെമ്യാവ്. എന്റെ സഭയുടെ ഒരു യഥാസ്ഥാപനം എന്നുള്ളത് എന്റെ ഹൃദയവേദനയായി അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു വാസ്തവത്തിൽ നെഹെമ്യാവ്. അടുത്തത്, ഒരു യഥാസ്ഥാപന പ്രക്രിയയിൽ പങ്കാളിയാകാനായിട്ട് തീരുമാനിച്ച വ്യക്തിയാണ് നെഹെമ്യാവ്. പങ്കാളിത്തമില്ലാതെ മാറി നിന്ന് പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുമല്ല, അവൻ ഇൻവോൾവ് ചെയ്ത വ്യക്തിയായിരുന്നു. അടുത്തതായിട്ട്, യഥാസ്ഥാപനത്തിന്റെ നായകത്വത്തിലേക്ക് ദൈവം അവനെ വിളിച്ചാക്കിയപ്പോൾ അത് ഏറ്റെടുത്ത വ്യക്തിയായിരുന്നു നെഹെമ്യാവ്. ഞാനിത് ഒരു തുടക്കം എന്ന നിലയിൽ പറഞ്ഞാണ്. ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രവാസത്തെ പറ്റി അല്പം കാര്യങ്ങൾ നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. പല സമയത്തും ഈ പശ്ചാത്തലം, അതിന്റെ സിസ്റ്റം ലേബൻ, അത് നമ്മളൊന്നും മനസ്സിലാക്കാത്ത അതുകൊണ്ട് പലപ്പോഴും നമുക്ക് ശരിയായ നിലയിലുള്ള ഒരു പഠനം അല്ലെങ്കിൽ നമുക്ക് കഴിയാതെ പോകുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം അതിന്റെ 36-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ പ്രവാസം നടക്കാനുള്ള കാരണം എന്താണെന്നുള്ള വേദപുസ്തക എഴുത്തുകാരന്റെ വിശദീകരണമാണ് അവിടെ കാണുന്നത്. വേദപുസ്തക എഴുത്തുകാരൻ കാര്യങ്ങളെ കാണുന്നതും സെക്യുലർ എഴുത്തുകാരൻ കാര്യങ്ങളെ കാണുന്നതും രണ്ടായിട്ടാണ്. ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു സംഭവം വേദപുസ്തക എഴുത്തുകാരൻ കാണുമ്പോൾ അതിനകത്തൊരു ദൈവിക മാനമുണ്ട്. അല്ലാത്തവര് അതിന് മറ്റൊരു റീസൺ ആയിരിക്കും കണ്ടെത്തുന്നത്. ഇപ്പൊ ഞാൻ ചിലടത്ത് പറഞ്ഞിട്ടുള്ളൊരു ഉദാഹരണമുണ്ട്. ഹാഗാറിന്റെ ചരിത്രം ഞാൻ പോയി എഴുതുകയാണെന്ന് വെച്ചു. ഞാനും ഈ പത്രപ്രവർത്തനം വെച്ചിട്ട് പഠിച്ചതാണ്. അപ്പൊ അതുകൊണ്ട്
ഞാൻ എവിടെയെങ്കിലും ഒരു ജോലി ചെയ്യുകയാണ്, അന്നത്തെ കാലത്ത് ഒരു പത്രത്തിൽ ജോലി ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു TV കമ്പനി ജോലി ചെയ്യുകയാണെങ്കിൽ എന്നെ എൻ്റെ മാനേജിംഗ് എഡിറ്റർ വിളിച്ചിട്ട് പറയുന്നതോ ഇങ്ങനെ ഒരു സ്കൂപ്പ് കിട്ടിയിട്ടുണ്ട്, അബ്രഹാം എന്ന് പറയുന്ന ട്രൈബൽ കിങ് അയാളുടെ കീപ്പിനെ പറഞ്ഞു വിടുക, അപ്പോൾ താൻ പോയി അതിൻ്റെ ഒരു സ്റ്റോറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ വീഡിയോ ക്യാമറയുമായിട്ട് നേരെ രാവിലെ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നതൊക്കെ ഇങ്ങനെ ഞാൻ കമന്ററി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ ഞാൻ ഫിലിം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ രാവിലെ ഒരു തുരുത്തി വെള്ളവും അപ്പവും ഒക്കെ എടുത്ത് അബ്രഹാം എന്ത് ചെയ്യുന്നു, ഹാഗാറിനെയും കുഞ്ഞിനെയും കൂടെ പറഞ്ഞു വിടുന്നു. ഞാൻ ഇതിന്റെ പുറകെ നടക്കുന്നു. അവർ മരുഭൂമിയിൽ ചെല്ലുന്നു. മരുഭൂമിയിൽ ചെന്നവരുടെ അപ്പമൊക്കെ തിന്നു, വെള്ളമൊക്കെ തീർന്നു പോയി. അതിനുശേഷം കുഞ്ഞ് മരിക്കാൻ തുടങ്ങുന്നു. ഇതെല്ലാം ഞാനിങ്ങനെ ഫിലിം ചെയ്യും. അതേസമയം പറയുന്നുകൊണ്ട് ഞാൻ കുഞ്ഞ് മരിക്കാനായിട്ട് കുഞ്ഞ് കിടന്ന് കരയുകയാണ്. ആ കരച്ചിൽ കാണാൻ കഴിയാതെ ഇതാ മാതാവ് ദൂരേക്ക് ഓടിപ്പോകുന്നു. അവിടെ ചെന്ന് അവിടെ നോക്കി നിൽക്കുന്നു. അപ്പൊ ഇതെല്ലാം ഞാനിങ്ങനെ പറയുകയാണ്. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ഹാഗാർ അവിടെ ഇവിടെ നോക്കിയിട്ട് താഴെ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു നീരുറവ കാണുന്നു. ഉടനെ ഞാൻ പറയാണ്, ഇത് അത്ഭുതമെന്നേ പറയണ്ടു. അവൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു നീരുറവയുണ്ട്. അവൾ അവിടെ നിന്ന് വെള്ളം കോരി അതാ കുഞ്ഞിന് കൊണ്ട് കൊടുക്കുന്നു. കുഞ്ഞ് ജീവിച്ച് എഴുന്നേറ്റ് പോകുന്നു എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സ്റ്റോറി അവസാനിപ്പിക്കുകയാണ്. ഇത് ആർക്കും എഴുതാവുന്ന സ്റ്റോറിയാണ്. പക്ഷെ വേദപുസ്തകം എഴുത്തുകാരൻ എഴുതിയപ്പോൾ ഒരു ചെറിയ വാക്ക് അതിനോട് കൂട്ടിച്ചേർത്തു. എന്താണെന്നറിയാമോ? ദൈവം അവളുടെ കണ്ണ് തുറന്നു. ഞാനത് എഴുതത്തില്ല, കാര്യം എൻ്റെ ക്യാമറയിൽ ഇത് പതിയത്തില്ല. ഏതാ? ദൈവം കണ്ണു തുറക്കുന്ന കാര്യം. ഇതാണ് ഒരു ചരിത്രം സെക്യുലർ എഴുത്തുകാരൻ എഴുതുമ്പോഴും വേദപുസ്തകം എഴുത്തുകാരൻ എഴുതുമ്പോഴുള്ള വ്യത്യാസം. വേദപുസ്തക എഴുത്തുകാരൻ ഒരു സംഭവം നടന്നതിനെ വിശദീകരിക്കുക മാത്രമല്ല, എന്തുകൊണ്ടത് നടന്നു എന്നുള്ളത് പറയുന്നുണ്ട്. എന്തുകൊണ്ട് നടന്നു എന്നുള്ള അവന്റെ റീസൺ സാധാരണക്കാരൻ എഴുതുന്ന, ഒരു സെക്യുലർ എഴുത്തുകാരൻ എഴുതുന്ന റീസൺ അല്ല. അവന്റെ റീസൺ അതിനകത്തെ ദൈവിക സ്പർശനം എന്താണെന്നുള്ളതാണ്. ഇപ്പൊ ഈ പ്രവാസം എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഇതായിട്ട് പറയാണ്. പ്രവാസം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനങ്ങളെ ബാബിലോൺ രാജാവ് പിടിച്ചുകൊണ്ടുപോയി. ഇത്രയേ ഉള്ളൂ പ്രവാസം എന്ന് പറയുമ്പോൾ. അവിടെയാണ് 70 സംവത്സരങ്ങൾ അവര് ബാബിലോണിൽ താമസിച്ചു. അപ്പോൾ ഈ സംഭവത്തെ ഞാൻ എഴുതുകയാണെങ്കിൽ ഒരു ചരിത്രപരമായ അനാലിസിസ് നടത്തുകയാണ്. ഞാനിപ്പോൾ പറയാണ് എന്താണ് ഇതിന്റെ കാരണം. ഞാൻ പറയുന്നത് എന്തായിരിക്കും? അശൂർ രാജ്യമായിരുന്നു ഒത്തിരി ശക്തമായിരുന്നത്. അവരാണ് വടക്കേ രാജ്യമായ ഇസ്രായേലിനെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ അശൂർ രാജാവിന്റെ ശക്തി ക്ഷയിച്ചതായ സമയത്ത് നെബൂഖദ്നേസർ ഒരു പുതിയ ശക്തമായ ഭരണം അവിടെ ഉണ്ടാക്കുകയും അശൂറിനെ തോൽപ്പിക്കുകയും എന്ന് തന്നെയല്ല, തെക്കോട്ട് അദ്ദേഹം തന്റെ പട നയിക്കുകയും ചെയ്തു. എന്നാൽ ഈജിപ്തിൽ നേരത്തെ വളരെ ശക്തമായ ഭരണം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നെഖോയുടെ ഭരണം അത്ര ശക്തമല്ല. അതുകൊണ്ട് ഈജിപ്തിൽ നിന്ന് ഒരു ആക്രമണം പേടിക്കേണ്ടതില്ല എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ബാബിലോണിൽ നിന്ന് വടക്ക് നിന്ന് എന്ത് ചെയ്യുന്നു, ബാബിലോണിൽ നിന്ന് നെബൂഖദ്നേസർ വന്ന് ഈ രാജ്യത്തെ പിടിച്ച് അവിടെ നിന്നുള്ള ജനങ്ങളെ, അവിടെ രാജ്യം കൊള്ളയടിച്ച് അവിടെ നിന്നുള്ള ജനങ്ങളെ പിടിച്ചുകൊണ്ടുപോയി. അപ്പൊ ഞാൻ അതിനുള്ള പൊളിറ്റിക്കൽ റീസൺസ് എല്ലാം പറയുന്നുണ്ട്. പക്ഷെ ബിബ്ലിക്കൽ റൈറ്റർ എഴുതുമ്പോഴത്തേക്ക് ഈ പൊളിറ്റിക്കൽ റീസൺസേ അല്ല പറയുന്നത്. അതുകൊണ്ട് ആ ഭാഗം ഞാനൊന്ന് വായിക്കുന്നു. 36-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സിദക്കിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 21 വയസ്സായിരുന്നു. അവൻ 11 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ തന്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവയുടെ വായിൽ നിന്നുള്ള വചനം പ്രസ്താവിച്ച് യിരെമ്യാ പ്രവാചകന്റെ മുമ്പിൽ തന്നെ താഴ്ത്തിയില്ല. അവനെക്കൊണ്ട് ദൈവനാമത്തിൽ സത്യം ചെയ്യിച്ചിരുന്ന നെബൂഖദ്നേസർ രാജാവിനോട് അവൻ മത്സരിച്ച് ശാഠ്യം കാണിക്കുകയും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെങ്കിലേക്ക് തിരിയാതെ വണ്ണം തന്റെ ഹൃദയം കഠിനമാക്കുകയും ചെയ്തു. പുരോഹിതന്മാർ പ്രധാനികളൊക്കെയും ജനവും ജാതികളുടെ സകല മ്ലേച്ഛതകളും പോലെ വളരെ അകൃത്യം ചെയ്തു. യെരൂശലേമിൽ യഹോവ വിശുദ്ധീകരിച്ച തന്റെ ആലയത്തെ അശുദ്ധമാക്കി. അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് തന്റെ ജനത്തോടും തന്റെ നിവാസത്തോടും സഹതാപം തോന്നിട്ട് അവൻ ജാഗ്രതയോടെ തന്റെ ദൂതന്മാരെ അവരുടെ അടുക്കൽ അയച്ചു. അവരോ ദൈവത്തിന്റെ ദൂതന്മാരെ പരിഹസിച്ച് അവന്റെ വാക്കുകളെ നിരസിച്ച് ഉപശാന്തിയില്ലാതാകും വണ്ണം യഹോവയുടെ കോപം തന്റെ ജനത്തിന് നേരെ ഉജ്ജ്വലിക്കുവോളം അവന്റെ പ്രവാചകന്മാരെ നിന്ദിച്ചു കളഞ്ഞു. അതുകൊണ്ട് അവൻ കൽദയരുടെ രാജാവിനെ അവരുടെ നേരെ വരുത്തി അവൻ അവരുടെ യൗവനക്കാരെ അവരുടെ വിശുദ്ധ നഗരമായ ആലയത്തിൽ വെച്ച് വാൾ കൊണ്ട് കൊന്നു. അവൻ യൗവനക്കാരനെയോ കന്യകയോ വൃദ്ധനെയോ കിഴവനെയോ ആദരിക്കാതെ അവരെ ഒക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. നോക്ക്, ഇതിനകത്ത് മറ്റ് രാജ്യങ്ങളുടെ ശക്തിയെക്കുറിച്ചോ അവരുടെ സൈന്യബലത്തെക്കുറിച്ചോ ഇതൊന്നും യാതൊരു സംസാരവുമില്ല. ഇതിനകത്തെല്ലാം എന്താ പറയുന്നത്? ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന നിലയിലാണ്. ചരിത്രത്തിൽ ദൈവം പ്രവർത്തിക്കുന്നു. യെരൂശലേമിന്റെ പരാജയത്തിനുള്ള കാരണം ഒരു ആത്മീയ കാരണമാണ് പറയുന്നത്. ഒന്നാമത് പറയുന്നത് അവരുടെ രാജാവിനെ കുറിച്ചാണ്. സിദക്കിയ രാജാവ്. 1, സിദക്കിയ രാജാവ് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. 2, വചനത്തിന് മുമ്പിൽ തന്നെ താഴ്ത്തിയില്ല. 3, യഹോവയെങ്കിലേക്ക് തിരിഞ്ഞില്ല. 4, ഹൃദയം കഠിനമാക്കി. 4 കാര്യങ്ങളാണ് പറയുന്നത്. ഈ 4 കാര്യങ്ങൾ വെറുതെ പറയല്ല, അതിന് ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. 1, യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു എന്ന് പറയുന്നത് അവന്റെ പ്രവൃത്തിയാണ്, ഹിസ് ഡീഡ്സ്. വചനത്തിന് മുമ്പിൽ അല്ലെങ്കിൽ യെരമ്യാ പ്രവാചകന്റെ മുമ്പിൽ തന്നെ യഹോവയുടെ വായിൽ നിന്നുള്ള വചനം പ്രസ്താവിച്ച് യെരമ്യാ പ്രവാചകന് മുമ്പിൽ തന്നെ താഴ്ത്തിയില്ല എന്ന് പറയുന്നത് അവന്റെ ആറ്റിറ്റ്യൂഡാണ്. അടുത്തത്
അവൻ യഹോവയെങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് പറയുന്നത് അവന്റെ സെൽഫ് ഡിപ്പെൻഡൻസ് ആണ്, സെൽഫ് റിലയൻസ് ആണ്. അടുത്തതായിട്ട് അവൻ ഹൃദയം കഠിനമാക്കി എന്ന് പറയുന്നത് അവന്റെ റിബല്യസ്നെസ് ആണ്, അവന്റെ മത്സര ബുദ്ധിയാണ്. അപ്പൊ ദൈവത്തിന്റെ കോപം ഒരു മനുഷ്യന്റെ മേലോ സഭയുടെ മേലോ വരാൻ ഈ 4 കാര്യങ്ങൾ മതി. ഒന്ന്, നമ്മുടെ പ്രവൃത്തികൾ ദൈവം കൃത്യതയോടെ നോക്കുന്നുണ്ട്. നമുക്കെന്തോ പ്രവൃത്തിയാലല്ല കൃപയാലാണ് രക്ഷ എന്ന് പറയുന്നത് കൊണ്ട് പ്രവൃത്തി എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള ഒരു ദുരുപദേശത്തിലേക്ക് നമ്മൾ വന്ന് വീണ് പോയിട്ടുണ്ട്. കൊറിയൻ പശ്ചാത്തലത്തിലുള്ള ഒത്തിരി സഭകളുണ്ട് അങ്ങനെ പഠിപ്പിക്കുന്നതായ സഭകൾ. അവര് ബാംഗ്ലൂരിലും ഈവൻ കൊന്തമാലിൽ പോലും അവരുടെ സഭകളുണ്ട്. ഗുഡ് ന്യൂസ് സംഘം എന്നൊക്കെ പറഞ്ഞാണ് അവർ പറയുന്നത്. നമ്മുടെ ഗുഡ് ന്യൂസ് ഒന്നുമല്ല, സംഘം എന്ന് പറഞ്ഞാൽ അവർ വന്നിട്ട് അവർ പറയുന്നത് ഒരു വലിയൊരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം നിങ്ങളുടെ പ്രവൃത്തികളെ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതൊരു വലിയൊരു ഗുഡ് ന്യൂസ് ആയിട്ട് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ സമ്മതിക്കത്തില്ലെങ്കിലും ജീവിതത്തിൽ ഇതുപോലെയാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. പ്രവൃത്തി ഒരു വലിയ വിഷയം അല്ല എന്നുള്ള ഒരു ചിന്ത. സന്നിധി മതി യേശുവേ, നിൻ പ്രസാദം മതി എനിക്ക്. വൻ ദുഃഖങ്ങളിലും നിൻ സന്നിധി മതി, നിൻ സന്നിധി മതി ഇന്നുമെന്നും. ഭൂമിയിലും സമുദ്രം കോപിയിലും ഭയം ഇല്ലെനിക്ക്. അങ്ങു നിൻ കൈമതി, നിൻ സന്നിധി മതി, നിൻ സന്നിധി മതി ഇന്നുമെന്നും. ലോകത്തിലേതന തീരുകിലും രോഗത്താൽ ബാധിതൻ ആയിടിലും കണ്ണൻ മേൽ മതി, നിൻ സന്നിധി മതി, നിൻ സന്നിധി മതി ഇന്നുമെന്നും. ആയിരം വൈരികളാ
മോക്ഷം മതി നിൻ സന്നിധി